ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ. എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ മകയിരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം, അതായത് മിഥുനം രാശിയുടെ ഏപ്രിൽ മാസ ഫലമാണ് പറയുന്നത്. ശനി 2025 മാർച്ച് മാസം 30-ാം തീയതി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നു. അതായത് മിഥുനം രാശിയുടെ 10-ാം ഭാവത്തിലേക്കാണ് ശനിയുടെ മാറ്റം. മിഥുനം രാശിയുടെ ഭാവാധിപനായ ബുധന്റെ മിത്രമായ ശനിയുടെ രാശി സംക്രമണം ദോഷഫലങ്ങൾക്കുള്ള സാധ്യത വളരെ കുറഞ്ഞു തന്നെയാണ് മിഥുനം രാശിക്കാർക്ക് പൊതുവെ അനുഭവവേദ്യമാവുന്നത്. കണ്ടക ശനിയുടെ ആരംഭമാണ്. എങ്കിലും തൊഴിലിലുള്ള ഒരു മാന്ദ്യം, ധനനഷ്ടം, കാര്യതടസ്സം തുടങ്ങിയവയുടെ സാധ്യതയുണ്ടെങ്കിലും ശനിയുടെ മിത്രഭാവസ്ഥിതി മൂലം വളരെ കുറച്ചു മാത്രമേ മിഥുനം രാശിക്കാർക്ക് ശനിദോഷങ്ങൾ ബാധിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ശനിയാഴ്ച ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല, ശിവന് ജലധാര, ശാസ്താവിന് നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ ഒട്ടൊക്കെ പ്രയാസങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതാണ്. ശത്രുദോഷ പരിഹാരാർത്ഥം കാളി ക്ഷേത്ര ദർശനവും ശത്രു സംഹാര പുഷ്പാഞ്ജലി വഴിപാടും നടത്തേണ്ടതാണ്. എങ്കിലും സ്ഥിരമായി ശനിദോഷങ്ങൾ അടക്കമുള്ള എല്ലാ നവഗ്രഹ ദോഷങ്ങളും ഇല്ലാതാക്കുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ എന്ന ധ്യാനമുറ വഴി സമ്പൂർണ്ണ സൗഭാഗ്യം അനുഭവത്തിൽ വരുത്തുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ത്രീ സംബന്ധമായ ദുഷ്കീർത്തി സംഭവിക്കാനിടയുള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ കലഹം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, വിദ്യാർത്ഥികൾക്ക് പഠനമാന്ദ്യം തുടങ്ങിയവയും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് സൗഭാഗ്യ, സമ്പദ്, സമൃദ്ധി സ്ഥിരമായി ശാശ്വതമായി നിലനിൽക്കുന്ന അവസ്ഥ നേടിയെടുക്കുന്നതിനായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ആദ്യത്തെ 14 ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് ഇനി പറയാം. നിരന്തര പരിശ്രമത്തിലൂടെ ദിനചര്യയിലൂടെ നവഗ്രഹ ദോഷങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായുള്ള ഈ ധ്യാനമുറയിലൂടെ മിഥുനം രാശിക്കാരുടെ എല്ലാ തരത്തിലുമുള്ള ശനിദോഷങ്ങൾ അടക്കമുള്ള നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണ മുക്തി നേടാവുന്നതാണ്. കുറഞ്ഞത് ഒരു നാഴിക നേരമെങ്കിലും, അതായത് 20 മിനിറ്റ് സമയമെങ്കിലും 108 ദിവസങ്ങൾ തുടർച്ചയായി ധ്യാനം അനുഷ്ഠിക്കുകയാണെങ്കിൽ നവഗ്രഹ ദോഷങ്ങളിൽ നിന്നും പൂർണ്ണ മുക്തി നേടുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവവേദ്യമാകുന്നതുമാണ്. പൂർണ്ണ മുക്തി നേടിയെങ്കിലും ഒരു ദിനചര്യ പോലെ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ തുടർന്നു കൊണ്ടുപോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം വീണ്ടും നവഗ്രഹ ദോഷങ്ങൾ നിങ്ങൾക്ക് ബാധിക്കാനിടയുണ്ട്. കൂടുതൽ വിവരണങ്ങളില്ലാതെ ഇനി നമുക്ക് നേരിട്ട് ധ്യാനത്തിലേക്ക് കടക്കാം. ആദ്യമായി സുഖാസനസ്ഥനാവുക, അതായത് നടുവ് നിവർന്നിരിക്കുക. സാവധാനം കണ്ണടച്ചുകൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഈ പ്രാണായാമം ചെയ്യാൻ അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസനിശ്വാസം നടത്തിയാൽ മതി. ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം. ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക്, ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് എന്ന വണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി 20 മിനിറ്റ് നേരം ഈ ശ്വാസനിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ. അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ 2ാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം.